ശ്രീ പദ്ധതിയും സംസ്ഥാന സർക്കാരും. ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഉത്തരം ലളിതമാണ്. BJP ഇതര സംസ്ഥാനങ്ങൾക്ക് അവർ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് മോദി സർക്കാർ ഏറെ കാലമായി പിന്തുടരുന്ന രീതിയാണ്. അത് കേന്ദ്രവിഹിതമാകട്ടെ, ദുരിതാശ്വാസ സഹായമാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെയാണ് കാലങ്ങളായി മോദി സർക്കാർ തുടർന്നു പോരുന്നത്. PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. പദ്ധതിയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ വിഹിതമായി കേരളത്തിന് നൽകേണ്ട 1500.27 കോടി രൂപ കേന്ദ്രം പിടിച്ചുവച്ചിരിക്കുന്നു. ഈ തുക നൽകണമെങ്കിൽ പദ്ധതിയിൽ ചേരണമെന്ന് കേന്ദ്രത്തിന്റെ നിർബന്ധ ബുദ്ധി. ഈ സാഹചര്യത്തിലാണ് കേരളം ഒപ്പിടാൻ തയ്യാറായത്. ഇതിനുള്ള ഉത്തരവും വ്യക്തമാണ്. PM ശ്രീ പദ്ധതിയിലൂടെ മോദി സർക്കാർ ഒളിച്ചു കടത്താൻ ശ്രമിച്ച ചില ഹിഡൻ അജണ്ടകളാണ് കേരളം എതിർത്തത്. അത് വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണവും വർഗീയവൽക്കരണവുമാണ്. കേരളത്തിന്റെ മതേതര സമൂഹത്തിൽ നമ്മുടെ കുട്ടികളിൽ ഇത് അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അന്നും ഇന്നും LDF സർക്കാരിൻ്റെത്. അവിടെയാണ് നമ്മൾ ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടത്. കരാർ ഒപ്പുവെക്കുന്നതോടെ പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കപ്പെടുമെന്നാണല്ലോ പ്രധാന ആരോപണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ സംശയം. ഇതിൽ പാര 4.32 നമുക്കൊന്ന് വായിക്കാം. സ്റ്റേറ്റ് വിൽ പ്രിപ്പയർ ദെയർ ഓൺ കരിക്കുല എന്ന് വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് കേന്ദ്ര പദ്ധതി ആണെങ്കിലും സിലബസ് ഉണ്ടാക്കുന്നത് കേരളം തന്നെയായിരിക്കും എന്ന് സാരം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട. ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ എവിടെയും NCERT പാഠഭാഗം അതേപോലെ നടപ്പിലാക്കണം, ചെയ്യിപ്പിക്കണം എന്ന് വ്യവസ്ഥയില്ല. അവിടെ കൺജക്ഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, സംസ്ഥാനത്തിന്റെ ഫ്ലേവർ ഉപയോഗിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. പാഠപുസ്തകത്തിന്റെ പൊതുമാനദണ്ഡം പറയുന്ന ഈ പാരഗ്രാഫിൽ പല സ്ഥലത്തും എടുത്തു ഉപയോഗിച്ചിരിക്കുന്നത് വിൽ എന്ന വാക്കല്ല, പകരം മേ ബി എന്ന വാക്കാണ്. അതായത് നിർബന്ധം എന്ന അവസ്ഥയില്ല. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് NCERT പാഠപുസ്തകത്തിന്റെ കോപ്പി തന്നെ പഠിക്കണം എന്നല്ല, സംസ്ഥാനത്തിന് ഇഷ്ടമുള്ള സിലബസ് പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അർത്ഥം. NCERT പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയ ഗാന്ധിവധം ഉൾപ്പെടെ സ്വന്തം നിലയിൽ പുസ്തകം അച്ചടിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം എന്നുകൂടി അറിയുമ്പോൾ ഈ സംശയങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഒന്നുകിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ലാത്തതിനാൽ കിട്ടിയതെടുത്ത് മുന്നും പിന്നും നോക്കാതെ ആഘോഷിക്കുന്ന UDFന്റെ സ്ഥിരം ശൈലി. ഇതിൽ ആദ്യത്തേതാകാൻ സാധ്യതയില്ല, രണ്ടാമത്തേതാകാനേ ഉള്ളൂ സാധ്യത കൂടുതൽ.